ഹലോ, കുട്ടൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഇന്ന് ഞാനിവിടെ ഒരു ഇച്ചിരി പുളിശ്ശേരി വെക്കാൻ പോവാണ്. എന്താ അതിന് ഒരു ചെറിയൊരു ഏത്തക്ക ഞാൻ കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് വേണ്ട ഈ കലത്തിലാണ് വെക്കുന്നത്. അത് കട്ട് ചെയ്ത് അതല്ല വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് വേകണം. ഒരു 3 പച്ചമുളക്. ഇവിടുത്തെ മുളകിന് എരിയാണെന്ന് ഞാൻ മുറക്കി പറയുന്നത്. ഈ പച്ചമുളക് ഇത് മതി. ഇത് 3 മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒരു ശകലം ഉപ്പും ഉപ്പും ഇട്ട് അതിനൊരു ശകലം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് നമുക്കൊന്ന് വേവിക്കാം. കണ്ടോ, ഏത്തക്ക കഷ്ണവും പച്ചമുളകും കൂടെ ഒന്ന് വേവട്ടെ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതൊന്ന് വെന്തോട്ടെ. വേകുന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങ ഞാനൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ പുളിയായി ഇടുന്നത്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ചത്. അതിനകത്ത് 2 അല്ലി വെളുത്തുള്ളി, ഒരു 2 ചുവന്നുള്ളി, ശകലം ജീരകം, ഇത്രയും കൂടെ ഒന്ന് അരക്കട്ടെ. ഇത്രയും കൂടെ ഞാനൊന്ന് അരച്ചോണ്ട് വരട്ടെ. അപ്പം ഞാനിവിടെ വേവിക്കാൻ വെച്ചേണ്ട ഏത്തക്കയും പച്ചമുളകും വെന്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അരപ്പൊന്ന് ചേർക്കട്ടെ. തേങ്ങയും ജീരകവും വെളുത്തുള്ളി ചുവന്നുള്ളി കൂടെ അരച്ചതായത് ഞാൻ ചേർത്ത് കൊടുക്കും. ശകലം എന്താ വന്നു അവിടെ കിടക്കട്ടെ. നിങ്ങൾ ഉണ്ടാക്കാം. വരുവാ മോനെ, അതിനിടയ്ക്ക് കഥ തുറക്കാൻ പോയി. അതുകൊണ്ടാ ആരുഷ് വന്നു സ്കൂളിൽ നിന്ന്. അരപ്പൊന്ന് ചൂടായിക്കോട്ടെ. ഇനി ശകലം ഉപ്പും കൂടെ വേണം. അത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഞാൻ തൈര് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തൈര് ഇത് ഉടച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് അരപ്പൊന്ന് ചൂടായാൽ മതി. ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ തൈരും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി എല്ലാം ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ തീ ഞാൻ ഓഫാക്കും. ഓഫാക്കിയിട്ട് നല്ല കടുക് വറക്കാൻ എണ്ണ ഒഴിച്ച് ചട്ടി കൂടെ ഞാൻ ഉലുവ ഇട്ട് കൊടുക്കും. കടുക് ഇടുന്നില്ല ഇതിന്, ഉലുവ ഇട്ട് കൊടുക്കും. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ എന്നും പറഞ്ഞത് എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നില്ല. അങ്ങനെ ചെയ്യുന്നത് നിങ്ങളെ കൂടെ കാണും. അത് ഇപ്പം ഉള്ളിയും കൊച്ചുള്ളിയും മുളകും കണ്ടിച്ചതും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കണം. ഇതിനകത്ത് പേടിയാണ്, പെട്ടെന്ന് അധികം കയറും. കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് ഉണ്ടാക്കണ്ട. അങ്ങനെ മതി. ഞാനൊന്നും ചെയ്യണ്ട. ഇത് ഉള്ളി മുളകും എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തൊരു ശകലം
മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. ശകലം അത്രയും അതിൻ്റെ തീ അങ്ങ് ഓഫാക്കി വെക്കാം. മുളക് പൊടി എടുത്ത് ഒഴിച്ചതാണ്. അപ്പം നമ്മുടെ ഏത്തയ്ക്ക പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഏത്തയ്ക്ക പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത് കാണുന്ന